മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി നൽകാൻ ധാരണ. പ്രസിഡന്റ് സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. അവസാനത്തെ ഒരു വർഷം പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി തീരുമാനമെടുക്കാമെന്നും ധാരണയായി. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനുണ്ട്. ജംഷീർ, ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടക്കം ബഹിഷ്കരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതിൽ തർക്കങ്ങളിൽ ഒടുവിൽ ധാരണയായി അല്ലേ? വർഷ തീർച്ചയായിട്ടും ഇപ്പോൾ തിരുവാലി പഞ്ചായത്തിലെ ഈ UDF-ലെ പ്രശ്നത്തിൽ ഒരു ധാരണ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് UDF നേതൃത്വം, ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഇന്നലെയും ഇന്നുമായി വലിയ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ധാരണ വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി നൽകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഫോർമുല വന്നിരിക്കുന്നത്. അവസാനത്തെ ഒരു വർഷം പ്രസിഡന്റ് സ്ഥാനം വേണമെന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കമുണ്ടായിരുന്നതും മുസ്ലിം ലീഗ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഏതായാലും ഈ അവസാനത്തെ ഒരു വർഷം പ്രസിഡന്റ് സ്ഥാനം ചർച്ചകൾക്ക് ശേഷം അത് പിന്നീട് പരിഗണിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലും എത്തിയിരിക്കുന്നു. ഏതായാലും ലീഗ് പങ്കെടുക്കാതിരുന്നതോടെ കോൺഗ്രസിനും ഈ പ്രസിഡന്റ് സ്ഥാനം പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നാളെ ആയിരിക്കും ഇനി തിരുവാലി പഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.